നമ്മൾ ഒലിപ്പുറത്താണുള്ളത് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ചായക്കട നടന്ന് ഞാൻ വിയർത്തു. എനിക്കൊരു ചായ കുടിച്ചാൽ പറ്റും. സണ്ണിച്ചേട്ടന്റെ ചായക്കടയാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ചായ റെഡിയാണോ? റെഡിയാണല്ലോ. ഒരു സ്ട്രോങ് ചായ. ചേച്ചിക്ക് സ്ട്രോങ് ആണോ? എനിക്ക് സ്ട്രോങ് ആണ്, ഞാൻ നല്ല സ്ട്രോങ് ആ. അപ്പൊ നമ്മുടെ എത്ര മണിക്ക് തുറക്കും? ഞാൻ 5:30 തുറക്കും. 5:30 തുറക്കും അല്ലേ? അപ്പോഴൊക്കെ ചായ കുടിക്കാൻ ആൾക്കാരുണ്ടാവും, നടപ്പുകാരുണ്ടാവും ഇഷ്ടംപോലെ. ചേട്ടാ, ഇന്ന് ഞങ്ങളുടെ 6ാമത്തെ വാർഷികമാണ്. അപ്പോ ഇന്ന് ഞങ്ങൾ ചേട്ടൻ ഒരു സർപ്രൈസ് സമ്മാനം തരാമെന്നു. ഡയസേ വാ. അപ്പൊ ചേട്ടാ ഞങ്ങള് വാ. അപ്പൊ ഇനിയും 24 കാണുക, ഞങ്ങളുടെ കൂടെ നിൽക്കുക. താങ്ക് യു സോ മച്ച്. നല്ല ചായ. ഇവിടെ ചായക്ക് പറയുമ്പോൾ സോഡ സർബത്തും സംഭാരവും കുപ്പിവെള്ളവും ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഈ പഞ്ചായത്തിന്റെ നമുക്ക് അവരൊക്കെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. നമസ്കാരം. പേര്? എന്റെ പേര് ജയകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്. ഏത് പഞ്ചായത്താണ്? എടക്കാട്ടൂർ പഞ്ചായത്ത്. ഓക്കെ. അപ്പൊ ഇതൊരു ഗ്രാമഭംഗി അത് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. മോർണിംഗ് വാക്കിന്റെ ഭാഗം ഇവിടെ ആവുക എന്നത്തെ നടത്തുന്ന പ്രതീക്ഷ. സന്തോഷമുണ്ട്. 24ന്റെ ബർത്ത്ഡേ നിങ്ങളോട് എത്തിയെന്നുള്ളത് വളരെ സന്തോഷമാണ്. നിങ്ങൾ ഈ ഗ്രാമമൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്, അമ്പല്ലൂരാണെങ്കിലും ഒക്കെ അല്ലേ? ഈ നമ്മുടെ പഞ്ചായത്താണ്. അവിടെ നിന്ന് നിങ്ങൾ എൻട്രി ചെയ്യുന്നത് അമ്പല്ലൂരാണ്, ഇതിവിടെയാണ്, നമ്മൾ തീരുന്നത് വെള്ളൂരാണ്. സാധാരണ ഈ പഞ്ചായത്തുകളുടെയൊക്കെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ അതിർത്തിയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, പല പല വിഷയങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇവിടെ? ഒരു തർക്കമില്ല, തർക്കങ്ങളുടെ ആവശ്യമില്ലല്ലോ. വെറുതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ റോഡ് ഞങ്ങൾ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയിൽ ചെയ്തതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ PMGSY റോഡ് ചെയ്തിട്ടുള്ള പഞ്ചായത്ത് എടക്കാട്ടൂർ. മാത്രമേ നിങ്ങൾ കുറെ പുരസ്കാരങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അല്ലേ? പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ പാടത്തെ നടുവിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് അതൊരു വ്യത്യസ്ത അനുഭവമാണ്. തീർച്ചയായിട്ടും. പിന്നെ കൃഷി എന്ന് പറയുന്നത് ഇവിടെ ആളുകൾക്ക് ഒരു ക്രൈസാണ്. നന്നായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പം കൃഷി ചെയ്യുന്നത് നെൽകൃഷി ഒരു ലാഭത്തിന്റെ പേരിലായിട്ട് ആളുകൾ കാണാൻ കഴിയില്ല. നെൽകൃഷിയുടെ കണക്കെഴുതി വെച്ചാലും കൃഷി ചെയ്യാൻ പോകുന്നില്ല. അതൊരു പാഷനാണ്. സന്തോഷം. നമ്മുടെ അന്നദാതാക്കളാണ്. നാട്ടുകാരൊക്കെ നിങ്ങൾ മാറി വരൂ വരൂ, ഓടി ഓടി വരൂ. ബാ ചേട്ടാ, നമ്മൾ ചോദിക്കട്ടെ. ചേട്ടാ പേരെന്താ? സാബു. ഇവിടെ തന്നെയാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ രാവിലെ നടത്തം എല്ലാ ദിവസവും ഉണ്ടോ? മിക്കവാറും തന്നെയുണ്ട്. സാധിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം നടക്കും. അതെ അതെ, തീർച്ചയായിട്ടും നല്ല ശുദ്ധമായ വായു. അതുപോലെ നമുക്കിവിടെ വളരെ വണ്ടിയൊന്നും പേടിക്കണ്ട, സുരക്ഷിതമായിട്ട് നടക്കാം. 1000 ഏക്കർ ഉണ്ടെന്ന് പറയുന്നു. 1000 ഏക്കർ 1200 ഏക്കർ ഉണ്ട്. കുറച്ച് പിന്നെ ഉയർന്ന പാടശേഖരങ്ങളാണ്. കുറെ പിന്നെ ഈ കൃഷിക്ക് പറ്റാതെ മറ്റു ചില വിളകളിലേക്ക് ഇപ്പോൾ ഉയർന്ന സ്ഥലങ്ങളിൽ മറ്റു വിളകളിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഈ മറ്റേ വാഴ അതുപോലെയുള്ള. ഇപ്പം നമുക്കിവിടെ ഒരു വിപണിയുണ്ട്, കാർഷിക വിപണി. ആ കാർഷിക വിപണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടത്തട്ടുകാരില്ലാതെ ആളുകൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് നേരിട്ട് സാധനം കൊണ്ട് അന്നത്തെ വിലയ്ക്ക് ഓപ്ഷൻ ചെയ്യും. അതിൻ്റെ ഇപ്പോൾ തിങ്കളും വ്യാഴമാണ് മാർക്കറ്റ്. അപ്പോൾ തിങ്കളാഴ്ച കൊടുക്കുന്നവർക്ക് അടുത്ത തിങ്കളാഴ്ച പൈസ കിട്ടും. അപ്പോൾ അത് 2% പൈസ അവർ അതിൻ്റെ ചാർജിൽ മേടിക്കും. അതൊരു ബോണസായിട്ട് ഓണത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു 1000 ഒക്കെ വാഴയല്ല, 2000, 3000, 4000 ഒക്കെ വാഴ ചെയ്യുന്ന കൃഷിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വാഴ കൃഷിക്കും ഒക്കെ വലിയ സാധ്യതകളാണ്. എല്ലാ കൃഷിക്കാർക്കും മാതൃകയാക്കാവുന്നതാണ് അല്ലേ? കൃഷി പാഠമാണ് അല്ലേ? നമ്മള് മലയാളികൾ മാത്രമല്ല, മലയാളി തന്നെയാ. സോറി, അടി വാങ്ങരുത് കേട്ടോ. അടി വാങ്ങാൻ ഞാൻ വാങ്ങില്ല കേട്ടോ, ഞാൻ ഓടും. ചേട്ടാ പേര് പറയൂ. ഇവിടെ തന്നെയാണ്. എല്ലാം വായിച്ചു കളഞ്ഞ ചേട്ടാ. സോറി സോറി മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ തെറ്റിദ്ധരിച്ചതാ. രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച ഒരാളാണ് നമ്മൾ ഒരു ഇത് കൊടുത്തത്, പ്രസന്റേഷൻ കൊടുത്തത്. 24 hour ചെയ്തത് വളരെ ആൾക്കാരാണ്. തൊട്ടടുത്ത് 2 പേര് മുങ്ങി പോകുമ്പോ ആളെ അറിഞ്ഞിട്ട് ഓടിച്ചെന്ന് സണ്ണിച്ചേട്ടൻ ചാടി. സണ്ണിച്ചേട്ടൻ അതിനകത്ത് വീണ് പോകണ്ട, പക്ഷെ രക്ഷപ്പെടുത്തി. അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ സണ്ണിച്ചേട്ടൻ പൊളിയാണ്, വേറെ ലെവലാണ് അല്ലേ? അപ്പൊ 2 ചേട്ടന്മാര് മാറിയിരിക്കുന്നു. പിണങ്ങിട്ടേക്കുവാണോ? നമ്മള് ചായ കുടിക്കാണ്ട് വന്നാ നടക്കണം. ഈ ചായ കുടിച്ചെങ്കിലേ നമുക്ക് എനർജി കിട്ടും. പേരെന്താ? പേരെന്തോ? എന്റെ പേര് ഷാക്കുട്ടി. രാവിലെ ഇവിടെ വന്നിട്ട് സണ്ണിച്ചേട്ടൻ രാവിലെ ചായ കുടിച്ചെങ്കിലേ ഉഷാറ വരുള്ളൂ. രണ്ടാമത്തെ ചായ ഇത്. വിവേക, നമുക്ക് പത്രം ഉണ്ടോ? പത്രം രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയല്ലേ? നമ്മുടെ പ്രേക്ഷകർ എത്ര പേര് പത്രം വായിച്ചിട്ടുണ്ട്, എത്ര പേര് ചായ കുടിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയണം അല്ലേ? അതെ, നന്നായിട്ട് ഊതി കുടിക്കുക കേട്ടോ. അല്ല, നന്നായി ക്ഷീണം പറ്റിയതുകൊണ്ട് നന്നായിട്ട് ഊതി കുടിക്കേണ്ടി വരും രാവിലെ തന്നെ. അപ്പൊ എല്ലാ പത്രങ്ങളിലെയും ഒരു ജാക്കറ്റ് ആടാണ് ഇപ്പോഴത്തെ. നമുക്ക് ചായ ഇവിടെ വെക്കാം, എങ്കിലും കുറച്ചുകൂടി കുടിക്കാം. ഓക്കെ, പ്രധാനപ്പെട്ട വാർത്ത ദിനപത്രങ്ങളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മലയാള മനോരമയുടെ ലീഡ് വാർത്ത ഉറപ്പായിട്ടും ഗസ് ചെയ്യാൻ പറ്റും.
ക്ഷേമത്തിലും വെട്ട് എന്നാണ് സാമ്പത്തിക ഞെരുക്കം പദ്ധതികൾ വെട്ടിത്തുടങ്ങി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് മലയാളം ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്.